ഗൗരി, നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ വീട്ടിലെ സ്വത്തുക്കളും ആന അമ്പാരി എടുപ്പത് പൊന്നും പണം ഉണ്ടെങ്കിൽ ആരതി ഒഴിഞ്ഞ് പടവത്തെ കയറ്റിയാണ്. അതാണ്. അയ്യോ, വെള്ളം തായിക്കണം. മാറങ്ങോട്ട് പോട്ടെ. കുടിപ്പിക്കാം, വെള്ളം കുടിപ്പിക്കാം. നില്ല്, ഇവിടെ നില്ല്. എന്റെ വീട്ടുകാര് സ്വർണ്ണ പണം ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ആണാ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. എന്ത് വർത്താനം? സഹോദരി എന്റെ തലയിൽ അങ്ങ് ഫ്രീ ആയിട്ട് കെട്ടി വെച്ചല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. സഹോദരൻ ചെന്ന് അവിടുന്ന് ഒരു പെണ്ണ് കൊണ്ടുവന്ന പൗക്കൊന്നും ഇല്ലാത്തോണ്ട് വീട്ടിലും കയറ്റുന്നില്ല. ഇതാണ് കാര്യം. ആ ശൂലംകുടി വീട്ടിൽ പാഴായി നിന്ന നിങ്ങൾക്ക് തങ്കക്കുടപ്പുള്ള എന്റെ ചേച്ചിയെ കെട്ടിച്ചെന്നില്ലേ? അതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. എടാ ശൂലംകുടി വീട്ടില്, നെയ്യാറ്റിങ്കര ശൂലംകുടി വീട്ടില് ഒരു പുരുഷനെ കെട്ടാൻ നെയ്യാറ്റിങ്കര പെണ്ണുങ്ങളെ ക്യൂ നിന്നിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പക്കി വായിക്കാത്ത ഇത്തിക്കറ പക്കിയടാ. ഇല്ല, തച്ചോളയാ. നിന്റെ വമ്പ് വേണ്ട, നിന്റെ വമ്പന്റെ അടുത്ത് വേണ്ട. ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കി ഇവിടെ ഏതെങ്കിലും ചീപ്പ് ബിസിനസ് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് പടവലത്ത് നിന്ന് മരിച്ചു ചുക്കുഴി എടുക്കേണ്ട ഗതികേട് നിനക്ക് വരും. നോക്കിക്കോ. ശപിക്കണേ ചേച്ചി, വാ തുറന്ന ശാപവാക്കും പൊരിച്ചിൽ മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും പറയാനില്ലേ? പറയണമെന്നുണ്ട്. രണ്ടുകൂടെ കുറെ നേരം പറഞ്ഞിരിക്കണേ. പിന്നെ എങ്ങനെ പറയാനാണ്? പറയണേ, നിന്നെ മുമ്പ് നിൽക്കല്ലേ, പറ. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക് പറ്റുമോ? രണ്ടുപേർക്കും ഓരോ മൈക്ക് തരാം. ആ മൈക്ക് കൊണ്ട് ആ വാഴക്കാല ജംഗ്ഷനിൽ പോയി നിന്നിട്ട് നേരത്തെ അങ്ങോട്ട് കുറ്റം പറ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ ആൾക്കാർ വരും കേൾക്കാനായിട്ട്. മതിയാ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി തെറ്റിട്ട് കാര്യമില്ല. നീ അവളെ കഴിഞ്ഞ് താരി കെട്ടി, അതോടെ നീ സഹിച്ചേ പറ്റൂ. ഇനി തെറ്റിപ്പിടിച്ചിട്ട് കാര്യമില്ല. അതല്ല അത്രയല്ലേ വിളിച്ചോളൂ. ഞാൻ പറയണ അങ്ങോട്ട് കേള്. ഒരുപാട് പ്രതീക്ഷകളായിട്ട് പറന്നിറങ്ങിയാണ് ഞാൻ ഇവിടെ. അളിയൻ, എന്റെ ചേച്ചി, പിള്ളേര്, ഒരു ചെറിയ ബിസിനസ്, എന്റെ ഭാര്യയായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ട് ജീവിതം എല്ലാം തകർത്തില്ലേ? എന്നിട്ട് മാറ്. എടാ, നിന്റെ ഈ കള്ള കണ്ണീരുണ്ടെന്ന് എന്റെ മനസ്സറിയില്ല. ചെറിയ ബിസിനസ്സാടാ, ചെറിയ ബിസിനസ്സാ. വാഴക്കാല ജംഗ്ഷനിൽ നോക്കിയിടാ 3000 സ്ക്വയർ ഫീറ്റ് കരവരാന്താ. എടാ, കടവരാന്ന് നോക്കിയിടാ. എന്നെ അറിയിച്ചാടാ? നീ എന്നെ അറിയിച്ചാ? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞ് വന്നിട്ടുള്ള തുള്ളലാണ്. എല്ലാം അറിഞ്ഞ്. ഞാൻ ഒരു കാര്യം പറയാം. വാഴക്കാല എന്ത് നടന്നാലും ഞാൻ അറിയും. ഞാൻ അറിയാതെ അവിടെ ഒരു പാട്ടും മുള പോലും പൊട്ടി മുളയ്ക്കൂല. തകർത്ത് കളയും, മുളറിയും, നുള്ളിക്കളയും. നീ എന്ത് ബിസിനസ് തുടങ്ങിയാലും. അങ്ങനെ വാഴക്കാലം മാത്രമല്ല, പടമുകളിൽ ഞാൻ ഒരു ഷോപ്പ് നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പടമുകളിൽ അതന്നെ എനിക്ക് ചോദിക്കാളെ. എങ്ങനെ ഇരിക്കണേ? ഈ പടമുകളുടെ കട കണ്ടിട്ട് അവൻ വന്നിട്ട് എന്താ എന്നോട് പറഞ്ഞത്? എന്ത് പറഞ്ഞത് കേക്ക്? പക്ഷേ കേക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ വന്ന് പറഞ്ഞത് അളിയനായിട്ട് ആലോചിച്ചിട്ട് ബിസിനസ് തുടങ്ങാന്ന്. കേട്ടോ? കേട്ടില്ലേ? അളിയനായിട്ട് ആലോചിച്ചിട്ട് മതി ബിസിനസ്. അളിയനായിട്ട് ആലോചിച്ചിട്ട് മതി ബിസിനസ് തുടങ്ങാനാണ്. ഇത് നീ അറിഞ്ഞ? എനിക്ക് പറയാം. എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല? പറഞ്ഞില്ലേ? നിനക്ക് ഞാനും അവനും തമ്മിലാണ് ഈ ഉടനെ കാണണം അല്ലേ? എടാ മോനെ, എടാ മക്കളെ, കൂട്ടാ ശ്രീകൂട്ടാ, എടാ നീ നേരത്തെ പറയേണ്ട ഒരാളേൻ്റെ അടുത്ത് നിങ്ങളെ വായിലെന്തോന്ന് ആക്കില്ലായിരുന്നാ പറയണ്ടേ ഇതൊക്കെ? അല്ല, ഇത്രയും പ്രശ്നം ഉണ്ടാവോ? എനിക്ക് അവന്റെ മനസ്സറിയാം. എനിക്കറിയാം അവന്റെ മനസ്സ്. അപ്പൊ ഇങ്ങനെ ചെയ്യൂ. കരയാതെ. നീ എന്നാലും പറഞ്ഞല്ല നിന്റെ ബിസിനസ്സിൽ അളിയനെ പാർട്ട്ണറാക്കാന്ന്. അത് 5 പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടാ. എന്റെ രക്തബന്ധത്തിലോ എന്നെ അകന്ത ബന്ധത്തിലോ ആരും നിന്റെ അത്ര വരൂലടാ. ഞാൻ ഉണ്ട് കൂടെ. ഞാൻ ഉണ്ട്. ഇന്നലെ പറഞ്ഞല്ല അളിയനെ പാർട്ട്ണറാക്കാന്ന് ബിസിനസ്സിൽ. ശ്രീകുട്ടാ, എടാ എനിക്ക് കിട്ടിയ ഭാര്യ അത്ര ശരിയായില്ലെങ്കിലും
എനിക്ക് അതിനേക്കാൾ വലിയ എനിക്കൊരു അളിയനെ കിട്ടിയില്ലടാ. എന്റെ ഭാഗ്യമാടാ. എന്റെ കാര്യത്തിൽ തീരുമാനമായി. എനിക്ക് സമാധാനമായി.